കോഴിക്കോടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വയനാട് റോഡ് എന്ന് പറയുന്നത് വലിയ തിരക്കേറിയ മാനാഞ്ചിറ വരെയുള്ള റോഡ് ഏതാണ്ട് സിവിൽ സ്റ്റേഷൻ കഴിഞ്ഞ് എരഞ്ഞിപ്പാലം കഴിഞ്ഞ് നടക്കാവ് കഴിഞ്ഞ് കോഴിക്കോട് നഗരത്തിലെത്തണമെങ്കിൽ വലിയ തോതിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു റോഡാണ്. വെള്ളിമാട് കുന്ന് മുതൽ കോഴിക്കോട് മാനാഞ്ചിറ വരെയുള്ള റോഡിൻ്റെ വികസനം എന്ന് പറയുന്നത് കോഴിക്കോട്ടുകാരുടെ എന്നത്തെയും സ്വപ്നമാണ്, കാലാകാലങ്ങളായുള്ള ഒരു സ്വപ്നമാണ്. ഇടക്കാലത്ത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് അവിടെയും ഒരു ഉദ്ഘാടനം കഴിഞ്ഞു. ആ റോഡിൻ്റെ മുകളിൽ ടാറിംഗ് മാത്രം നടത്തി തെരഞ്ഞെടുപ്പിന് മുൻപ് വലിയ കൊട്ടിഘോഷിച്ചുള്ള ഒരു ഉദ്ഘാടനം നമ്മുടെ ആ റോഡിലൂടെ കണ്ടു. കോഴിക്കോട് മാനാഞ്ചിറ വെള്ളിമാട് കുന്ന് റോഡിൻ്റെ അവശേഷിച്ച പ്രവൃത്തി ഇപ്പോൾ പുരോഗമിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഒച്ചുപോലും നാണം കിട്ടുപോകും. അതിലും വേഗം കുറഞ്ഞ രീതിയിലാണ് ആ പണി ഇപ്പോഴും പുരോഗമിക്കുന്നത്. ഓടയ്ക്ക് സ്ലാബ് ഇല്ലാത്തതും റോഡിൽ സീബ്ര ലൈൻ ഇടാത്തതും അപകടത്തിന് വലിയ കാരണമാകുന്നുണ്ട്. ആ ഉദ്ഘാടന ചടങ്ങ് നമുക്ക് ഓർമ്മയുണ്ട്. അതൊന്ന് കണ്ടുവന്നാൽ ഒരു പക്ഷേ മുഹമ്മദ് അസ്ലം കുറെ കൂടി കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു തരും. ആ ഉദ്ഘാടന ചടങ്ങ് ഒന്ന് കണ്ടുവരാം. മലാപ്പറമ്പ് വെള്ളിമാട് കുന്ന് റോഡിലെ മാനാഞ്ചിറ നോർത്ത് MLA തോട്ടത്തിൽ രവീന്ദ്രൻ, കോഴിക്കോട് സൗത്ത് MLA അഹമ്മദ് ദേവർകോവിൽ, കോഴിക്കോട് മേയർ ഒ സദാശിവൻ എന്നിവർ ടൂറിസം വകുപ്പ് മന്ത്രി നാടിന് സമർപ്പിച്ചിരിക്കുകയാണ്. മലാപ്പറമ്പ് മുതൽ വെള്ളിമാട് കുന്ന് വരെ രണ്ടല്ലെന്ന് ആവർത്തിച്ച് വെളിപ്പെട്ടതിന് ഇവിടെ ആ ഉദ്ഘാടന ചടങ്ങ് നമ്മൾ കണ്ടു. അതിൻ്റെ മുൻഭാഗത്ത് നാട മുറിക്കാൻ വേണ്ടി നിന്നിരുന്നതിൽ പല നേതാക്കളും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളുകളാണ്. പലരും വോട്ട് തേടി വീടുകളിലേക്ക് പോയി വോട്ട് തേടിയ ആളുകളാണ്. അപ്പോൾ ആളുകൾ വിചാരിച്ചു, ഞങ്ങൾ ഇത്രയും കാലം കാത്തിരുന്നത് ശരിയായല്ലോ, റെഡിയാവുമല്ലോ, വളരെ പെട്ടെന്ന് വളരെ കൂളായി കോഴിക്കോട് സിറ്റിയിലേക്ക് പോകാമല്ലോ എന്നുള്ളത്. ഒരു തിരക്കും കുറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, പഴയതിനേക്കാട്ടും കാര്യങ്ങൾ കുറെ കൂടി ബുദ്ധിമുട്ടിലായി എന്നുള്ളതാണ്. അതിൻ്റെ പണിയുടെ അവസ്ഥയാണ് എന്തായി എന്നുള്ളത്. ഞാൻ നേരത്തെ മുഹമ്മദ് അസ്ലം എന്നാണ് പറഞ്ഞത്. വിബീഷ് കേട്ടി വളരെ കൃത്യമായി പറഞ്ഞു തരും. വിബീഷ്, വലിയ തിരക്കുള്ള റോഡാണ് കോഴിക്കോട് നഗരത്തിലേക്കുള്ള വെള്ളിമാട് കുന്ന് ആ ഹൈവേ തന്നെ, ആ നേരെ വന്ന് മലാപ്പുറം കഴിഞ്ഞ് സിവിലും കഴിഞ്ഞ് എരഞ്ഞിപ്പാലവും കഴിഞ്ഞ് പോകുന്ന ആ റോഡ്, ആ റോഡിൻ്റെ പണിയുടെ വേഗം ഇപ്പോഴെങ്ങനെയാണ് വിബീഷ്? അതോടൊപ്പം തന്നെ നാട്ടുകാരിപ്പോഴും ആ കാര്യത്തിൽ ഹാപ്പിയാണോ? ഹാപ്പി ആവില്ല. എന്നാൽ നാട്ടുകാരെന്താണ് പറയുന്നത് വിബീഷ്? നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആഘോഷപൂർവ്വം നടന്നതാണ് മാനാഞ്ചിറ വെള്ളിമാട് കുന്ന് റോഡിലെ മാനാഞ്ചിറ മുതൽ മലാപ്പറമ്പ് വരെയുള്ള പ്രവൃത്തി പൂർത്തിയായതിൻ്റെ ഉദ്ഘാടനം. എന്നാൽ മാനാഞ്ചിറ മുതൽ മലാപ്പറമ്പ് വരെ ടാറിംഗ് മാത്രമാണ് പൂർത്തിയായത്. റോഡിൻ്റെ ഓടകളുടെ അടക്കം പ്രവൃത്തിയാണ് ഈ നിലച്ചു കിടക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. ഓടയുടെ ആദ്യഘട്ടം പൂർത്തിയായെങ്കിലും അതിന് മുകളിലുള്ള സ്ലാബുകൾ സ്ഥാപിക്കുന്നതടക്കമുള്ള പ്രവൃത്തികളാണ് മുടങ്ങിക്കിടക്കുന്നത്. മാത്രമല്ല, ടാറിംഗ് പൂർത്തിയായ റോഡിൽ തന്നെ സീബ്ര ലൈനുകൾ അടക്കം സ്ഥാപിക്കാത്തതിനാൽ അപകട ഭീഷണിയും വലിയ തോതിലാണ് വരുന്നത്. മാത്രമല്ല, മീഡിയനുകളുടെ പ്രവൃത്തിയും ഇതുവരെ പൂർത്തിയായിട്ടില്ല. നിശ്ചലാവസ്ഥയിലാണ് റോഡിൻ്റെ പ്രവൃത്തിയാകെ. ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികൾ നമുക്കൊപ്പമുണ്ട്. എന്താണ് റോഡിൻ്റെ പ്രവൃത്തി ഇങ്ങനെ വൈകുന്നതിനെ പറ്റി വിവരം ലഭിച്ചത്? ഈ റോഡ് 2008 കേരള ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ടതാണ്. അതായത് സംസ്ഥാന ഗവൺമെൻറ് അംഗീകരിച്ച ഒരു പദ്ധതിക്ക് വേണ്ടിയാണ് കഴിഞ്ഞ 10-20 വർഷം ജനങ്ങൾ സമരവുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. ഇതിനിടെ ഇലക്ഷൻ വന്നതുകൊണ്ടാണ് ഇത് വേഗത്തിൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇലക്ഷൻ്റെ പ്രചരണത്തിന് വേണ്ടി ഇതിൻ്റെ വികസനം പ്രചരണ ആയുധമാക്കിയിട്ടുണ്ട്. എന്നിട്ടും മാർച്ച് 9 ഉദ്ഘാടനം ചെയ്ത റോഡ് ഇതുവരെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. 40 ദിവസം കൊണ്ട് ഇത് പൂർത്തീകരിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. നമ്മളെ ഇവിടെ വെച്ചിട്ട് ഒരു സ്കൂട്ടറുകാരൻ ഇതിലേക്ക് വീണ സമയത്താണ് കുറച്ച് ഭാഗങ്ങൾ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഇതായത്. അപ്പോൾ അതേപോലെ ഇനി അടുത്തൊരു അപകടം വന്നിട്ട് ഇനി ഇത് അടയ്ക്കുള്ളൂ എന്ന് പറഞ്ഞുള്ള സ്ഥിതിവിശേഷം വന്നു കഴിഞ്ഞാൽ നമുക്കത് വളരെ വിഷമമുള്ളതാണ്. വ്യാപാരികളടക്കമുള്ള ആളുകളും വലിയ പ്രതിസന്ധിയിലാണ്. കച്ചവട സ്ഥാപനങ്ങളുടെ മുമ്പിലൊക്കെ സ്ലാബുകളൊക്കെ തുറന്നിട്ടതുകൊണ്ട് അതുകൊണ്ട് ഇപ്പോൾ കടകളിലേക്ക് ആളുകൾ വരാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കച്ചവടം ശരിക്കും രീതിയിൽ നടക്കുന്നില്ല. ഇപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഈ മീഡിയ ഡിവൈഡറിന് വേണ്ട രീതിയിലുള്ള ഉയരം സ്ഥാപിച്ചിട്ടില്ല. അതുകൊണ്ടൊക്കെ ഇവിടെ വളരെ രീതിയിൽ അപകടം വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ സിവിൽ സ്റ്റേഷന് മുമ്പിൽ ഒരു KSRTC മീഡിയൻ ഡിവൈഡറിൻ്റെ മുന്നിലേക്ക് കയറുകയുണ്ടായി. അതൊക്കെ വലിയ അപകടം വരുത്തുന്നുണ്ട്. ഇതൊക്കെ ശരിയായ രീതിയിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം അല്ല ഇത് നടക്കുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് പെട്ടെന്ന് ഉദ്ഘാടനം നടത്താൻ വേണ്ടി റോഡ് ടാറിംഗ് പൂർത്തിയാക്കുകയായിരുന്നു. തീർച്ചയായിട്ടും ഏറ്റവും നല്ലൊരു പ്രൊഫഷണൽ പ്രോജക്റ്റായിട്ട് കോഴിക്കോടിൻ്റെ ഒരു അഭിമാന റോഡായി മാറേണ്ട റോഡിനെ പഞ്ചായത്ത് റോഡിൻ്റെ നിലവാരത്തിലേക്ക് ഉള്ളൊരു കരാറുകാരനെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് വളരെ ദയനീയമായ രീതിയിൽ ഇങ്ങനെ അനാഥമായി കിടക്കുന്ന ഒരു അവസ്ഥയിലായിപ്പോഴുള്ളത്. കാരണം 15 വർഷം 16 വർഷം സമരം ചെയ്തിട്ടാണ് ഈ റോഡൊരു പൂർണ്ണതയിലെത്തുന്നത്. ആ എത്തിക്കഴിഞ്ഞ ശേഷം ഉദ്ഘാടനത്തിന് വേണ്ടി മാത്രം അതും ഒരു 10% വർക്ക് നടന്നിട്ടില്ല.
അങ്ങനെ 10% വർക്ക് പോലും നടക്കാത്തടത്ത് ഉദ്ഘാടനം ചെയ്തത് തന്നെ തെറ്റ്. അങ്ങനെ തെറ്റ് ചെയ്തിട്ട് എന്നാലും ഇതിന് ബാക്കി പരിഹാരമാർഗം ഉണ്ടാക്കണ്ടേ, അതും ചെയ്യുന്നില്ല. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് റോഡിൻ്റെ ഉദ്ഘാടനം, അതായത് ടാറിംഗ് മാത്രം പൂർത്തിയാക്കിയിട്ടുള്ള ഉദ്ഘാടനം നടന്നത്. എന്നാൽ 90% പ്രവൃത്തി ഇനിയും പൂർത്തിയാവാനുണ്ട്. അതേസമയം വലിയ ഭീഷണിയായി നിലനിൽക്കുന്നത് റോഡിൽ ടാറിംഗ് നടത്തിയെങ്കിലും അതിനു മുകളിൽ സീബ്ര ലൈനുകൾ അടക്കം സ്ഥാപിക്കാത്തതാണ്. പ്രത്യേകിച്ച് ഇക്ര ആശുപത്രി, അതുപോലെ തന്നെ കോഴിക്കോട് കലക്ടറേറ്റ് എന്നീ ഭാഗങ്ങളിൽ 100 കണക്കിന് ആറുകൾ റോഡ് മുറിച്ച് കടക്കുന്ന ഭാഗങ്ങളാണ്. ഈ റോഡിൻ്റെ പ്രവൃത്തി പെട്ടെന്ന് പൂർത്തിയാക്കാത്ത പക്ഷം, അതായത് മഴ വന്നു കഴിഞ്ഞാൽ പ്രവൃത്തി നിലയ്ക്കുന്ന വീണ്ടും നീളുന്ന സാഹചര്യം ഉണ്ടാകും. അതിനാൽ പ്രവൃത്തി പെട്ടെന്ന് പൂർത്തിയാക്കാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നതെങ്കിൽ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുമെന്നാണ് ആക്ഷൻ കമ്മിറ്റി അധികൃതർ അത് അടക്കം നമ്മളോട് പറയുന്നത്. യെസ്, വിബീഷാണ്. മാനാഞ്ചിറയിലേക്കുള്ള റോഡ്, മലാപ്പറമ്പിൽ നിന്ന് മാനാഞ്ചിറയ്ക്കുള്ള റോഡിൽ നിന്ന് വിബീഷാണ് സംസാരിച്ചത്. അവിടുത്തെ ആക്ഷൻ കമ്മിറ്റിയുടെ ആളുകൾ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ടാകും. അവിടെ ഒരാൾ വന്ന് കുഴിയിൽ വീഴുന്ന ഒരു ദൃശ്യം നമ്മൾ കണ്ടു. അങ്ങനെ ഒരുപാട് പേര് വീണാലായിരിക്കും ഒരു പക്ഷേ ഒന്ന് ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കുന്നുണ്ടാവുക, രാഷ്ട്രീയ നേതൃത്വം തിരിഞ്ഞു നോക്കുന്നുണ്ടാകുക എന്നുള്ളത് നമ്മൾ പറയണം. അവിടെ സീബ്ര ലൈനില്ല. നോക്കൂ, ഇത്രയും കോടികൾ ചെലവിട്ട് ഒരു റോഡ് നിർമ്മിച്ച് അവിടെ ആളുകൾക്ക് സുഗമമായി റോഡ് ക്രോസ് ചെയ്യാനുള്ള സീബ്ര ലൈനില്ല. അതിൻ്റെ മീഡിയൻ സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളതാണ്. സ്ലാബ് ഇട്ടിട്ടില്ല. അതിന് വശത്തുകൂടെ പോകുന്ന ഓടകൾക്ക് മുകളിൽ സ്ലാബ് ഇട്ടിട്ടില്ല എന്നുള്ളതാണ്. ആ സ്ലാബിനോട് ചേർന്ന് ഒരു ചെറിയ കുഞ്ഞു മരം പടർന്നു വരുന്നത് നമ്മൾ ആ ദൃശ്യത്തിൽ കണ്ടു. ഒരു മരം മുളച്ചു പൊന്തിയിട്ടുണ്ട്. ഒരു പക്ഷേ അത് വലിയ പടുമരമായി കഴിഞ്ഞാലും ഈ പണി പൂർത്തിയാകുമെന്ന് നമ്മൾ കണ്ടറിയണം. നമ്മൾ കഴിഞ്ഞ കുറേ കാലമായി ഈ നാടിൻ്റെ ആവശ്യമാണ്. 16 വർഷം സമരം നടത്തിയിട്ടാണ്, പ്രക്ഷോഭം നടത്തിയിട്ടാണ് അവിടെ റോഡിൻ്റെ പണി തുടങ്ങിയത്. അതാണ് ഇങ്ങനെ ആവുന്നത്. എന്തായാലും ഇതെന്ത് പണിയാണ് സാറേ? കോഴിക്കോട്ടും അത് തന്നെയാണ് ചോദിക്കാനുള്ളത്. കോഴിക്കോട് നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യം കാണാം. നമുക്കറിയാം, കായിക വകുപ്പ് കഴിഞ്ഞ ഒരു 1-2 വർഷമായി ഇവിടെ മെസ്സിയെ കൊണ്ടുവരും, കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കായിക വകുപ്പ് വലിയ തോതിൽ പ്രചാരണം നടത്തുകയും അവസാനം മെസ്സിയും വന്നില്ല, എന്താ പറയുക, ആരും വന്നില്ല. കായിക വകുപ്പ് പറഞ്ഞത്, മന്ത്രി പറഞ്ഞത് ഇപ്പോഴും അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്, കെട്ടി നിൽക്കുകയാണ്.